3 ദിവസങ്ങളായി തൊടുപുഴയിൽ നടന്നുവന്ന CPM ഇടുക്കി ജില്ലാ സമ്മേളനം സമാപിച്ചു. ആയിരങ്ങൾ അണിനിരന്ന സമാപന സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കാട്ടാനശിലീവും ഭൂപ്രശ്നങ്ങൾ അടക്കമുള്ള വിഷയങ്ങളും ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയായി. ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഇതുവരെ ചട്ടം രൂപീകരിക്കാത്തതിൽ രൂക്ഷ വിമർശനവും സമ്മേളനത്തിൽ ഉയർന്നിരുന്നു. കെട്ടിട നിർമ്മാണ ചട്ടം, ഏലം മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, തേയിലത്തോട്ടം തൊഴിലാളികളുടെ ദുരവസ്ഥ എന്നിവയ്ക്ക് പുറമെ സംഘടനാ വിഷയങ്ങളും 3 ദിവസങ്ങളായി നടന്ന സമ്മേളനത്തിൽ ചർച്ചയായി. ജില്ലാ സമ്മേളനത്തിന്റെ സമാപനത്തിനു മുന്നോടിയായി തൊടുപുഴ ടൗണിൽ നിരവധി പ്രവർത്തകർ അണിനിരന്ന ചുവപ്പ് സേനാ മാർച്ചും നടന്നു. തുടർന്ന് നടന്ന സമാപന സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കയ്യേറ്റക്കാരെ കണ്ടെത്തി നടപടിയെടുക്കണം, കുടിയേറ്റക്കാരെ സംരക്ഷിക്കും, ഇടുക്കിയിൽ ആരെയും ഒഴിപ്പിക്കില്ല, അർഹരായവർക്ക് പട്ടയം നൽകുക എന്നത് LDF നയമാണ്. ഭൂപതിവ് ചട്ട ഭേദഗതി ഉടൻ നടപ്പാക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പട്ടയം കിട്ടിയവരും പട്ടയം കിട്ടാത്തവരും ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് മനുഷ്യന് ഇവിടെ താമസിച്ച് ഉഭയങ്ങളുണ്ടാക്കി വീട് വെച്ച് മുന്നോട്ടേക്ക് വരുന്നവർക്ക് പട്ടയം കൊടുക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെയും പ്രഥമ പരിഗണനയിലുള്ള ആവശ്യമാണ്. അത് നേടുക തന്നെ ചെയ്യും. നിയമം നിർമ്മിച്ചപ്പോൾ അത് താമസിപ്പിച്ചു. ഇപ്പോഴത് അംഗീകാരം കിട്ടി, ചട്ടം തയ്യാറാക്കി വരികയാണ്. ഒരു ഉപസമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ വേഗം തന്നെ ആ ചട്ടം കൂടി പ്രസിദ്ധീകരിച്ച് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഈ ഭൂപതിവ് കൃത്യമായ നിലപാട് സ്വീകരിച്ച് ഞാൻ ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഒരു പാവപ്പെട്ട മനുഷ്യനെയും ഇടുക്കി ജില്ലയിലെ, കേരളത്തിലെ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കുന്ന പ്രശ്നമുണ്ടാവില്ല എന്നതിന് ഗ്യാരണ്ടി. CPM ഇടുക്കി ജില്ലാ സെക്രട്ടറിയായി CV വർഗീസ് തുടരാനും യോഗം തീരുമാനിച്ചു. ജില്ലാ കമ്മിറ്റിയിൽ 4 പുതുമുഖങ്ങളാണുള്ളത്. KG സത്യൻ, M തങ്കതുരി, തിലോത്തമ സോമൻ, ലിസി ജോസ് എന്നിവരാണ് പുതുമുഖങ്ങൾ. 4 പേർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാകുകയും ചെയ്തു. NK ഗോപിനാഥ്, KR സോദരൻ, സുശീലാനന്ദ്, KM ഉഷ എന്നിവരാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവായത്.